ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതല്ല, നമ്മളിന്ന് പെസ് കളിക്കാൻ പോവാണ് ഈ ഫുട്ബോൾ. അപ്പോൾ സാധാരണ നമ്മളെ ചാനലിൽ കാർ പാർക്കിങ്ങിൻ്റെ വീഡിയോ ആണ് വരലെങ്കിലും ഇനി മുതൽ പെസ്സിൻ്റെ ഉണ്ടാവും. അപ്പം നമ്മൾ ബാർസലോണയാണ്, അപ്പുറത്ത് ആർസണലാണ് ഉള്ളത്. അപ്പം ഏതായാലും കളി തുടങ്ങാൻ കുറേ കാലമായി കളിച്ചിട്ട് അതിൻ്റെതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കമൻറ്റിലൊക്കെ പറയാം മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ മെസ്സി, ഹാരി കെയ്നും പിന്നെ സണ്ണുമാണ് നമ്മളിൽ മെയിനായിട്ടുള്ള പ്ലേയേഴ്സ്. പുതിയ അക്കൗണ്ടാണ്. അപ്പോൾ പിന്നെ അലക്സാണ്ടർ ആർണോൾഡ് ഉണ്ട്. പിന്നെ വേറെ മെയിനായിട്ട് ആരും ഇല്ല. ഇനി അക്കൗണ്ടൊക്കെ ഒന്ന് അടിപൊളിയാക്കണം. ഡോണറുമ സേവ് ചെയ്തു. വരെ നല്ല അറ്റാക്ക് ഉണ്ട് ആർസണലിൻ്റെ അറ്റാക്ക്. ഓരോ ബോൾ കിട്ടിയാൽ പിന്നെ ബോള് നമുക്ക് തിരിച്ച് കിട്ടാൻ അത്യാവശ്യം പണിയുണ്ട്. ഈ കളി ജയിക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയല്ല, കുറച്ചൊക്കെ ശ്രമിച്ചാൽ ജയിക്കാം ഈ കളി. കാരണം ഞാനും ഓരോക്കെ ഏകദേശം ഒരേപോലെയാണ് കളിക്കുന്നത്. അപ്പം അതിനെക്കാട്ടി കൂടുതൽ കളിച്ചാൽ ജയിക്കാൻ പറ്റും. മെസ്സി ഒരു ഷോട്ട് ഞെക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താ കിട്ടിയില്ല. ഹാരി കെയ്ന് റൈറ്റ് വിങ് ആണ്. അത് ശരിക്കും കെയ്ൻ്റെ പൊസിഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ലെഫ്റ്റ് വിങ് ആണ്, സോറി. ഇതിൽ ലെഫ്റ്റ് വിങ് ആണ്, പക്ഷേ ശരിക്കത്തെ പൊസിഷൻ എന്താണെന്ന് ഓർമ്മയില്ല. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കെയ്ൻ്റെ പൊസിഷൻ ഏതാണെന്ന്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈം ബാർസലോണ ടീം പോലെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇനി റിയൽ മാഡ്രിഡ് ആക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. ചിലപ്പോൾ അതാക്കും ഞാൻ. അപ്പം കാരണം ബാർസലോണ എല്ലാവർക്കും ഉള്ളൊരു ടീമായതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒന്നെങ്കിൽ AC മിലാൻ ആക്കണം. AC മിലാൻ കുറച്ച് അടിപൊളിയാണ്. അല്ലെങ്കിൽ റിയൽ മാഡ്രിഡ് അങ്ങനെ ഏതെങ്കിലും ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ റോബർട്ട്സൺ, മെസ്സി ഉണ്ട് കൈസ് ഒരേല്. അലക്സാണ്ടർ ആർണോൾഡ്, മെസ്സിൻ്റെ നല്ല ഒറ്റയ്ക്കുണ്ട്. എൻസോ ഫെർണാണ്ടസ് റെഡ് കാർഡ് ഇട്ടി പുറത്താണ്, ഫൈനലത്തെ പോലെ. അതാണ് ഈ കളി ഇറങ്ങാൻ പറ്റൂല. ആർണോൾഡ് ഗൈസ്, മെസ്സി ഗൈസ് 10ാം നമ്പറാണ്. ഞാൻ നമ്പർ മാറ്റിയിട്ടില്ല, മറന്നുപോയി. അപ്പോൾ മെസ്സിക്ക് 10ാം നമ്പർ കൊടുക്കണം. മെസ്സി ഇപ്പോൾ 11ാം നമ്പറിലാണ് ഉള്ളത്. അപ്പോൾ ഇതാ മെസ്സി ഗൈസ്, ഓനെ ഞാൻ എടുക്കുന്നു. യേശുവിൻ്റെ പേര് വായ കിട്ടില്ല ഗൈസ്. മിക്കേൽ എന്നാണ് അതിൻ്റെ തുടക്കം, സെക്കൻഡുള്ള ആ പേര് കിട്ടില്ല. അപ്പോൾ ഇതാ മെസ്സി, നിക്കോളോ ഫാൽഗോണി, ലയണൽ മെസ്സി. മെസ്സിക്ക് കുറേ സ്ലൈഡ് ചെയ്യുന്നുണ്ട്, ടാക്കിളാവില്ല. എന്താ മെസ്സിയിലേക്ക് ബോള്. മെസ്സി ഇതടിച്ചാൽ നമുക്ക് കീപ്പർ സേവ് ചെയ്തു ഗൈസ്. അത് അവിടെ നിന്ന് അടിച്ചാൽ കിട്ടില്ല. പിന്നെ ഹാഫ് ടൈം ആവാനായതുകൊണ്ട് വേഗം ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ നോക്കിയതാണ്. അവർക്കാണ് പൊസിഷൻ കൂടുതൽ, 63% ഉണ്ട്. നമുക്ക് 37% ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോവാം. ടീമിൽ മാറ്റമൊന്നുമില്ല ഗൈസ്, ഇതാണ് ടീം. കണ്ടോ, ഒരൊറ്റ ടീമാണ്, വലിയ സെറ്റൊന്നുമില്ല. ഹാരി കെയ്നും മെസ്സി മാത്രമേ എനിക്കിപ്പോൾ ഇതിൽ കുറച്ചുകൂടി നല്ലതായിട്ട് കളിക്കാൻ പറ്റുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ്. അപ്പം ഈ എന്താണ് എൻ്റെ പേര്, മിക്കേലോരി ലയണൽ മെസ്സിക്ക് കൊടുത്തിട്ടുണ്ട്. എടാ ബോൾ പോയി. നമുക്ക് എൻസോ ഫെർണാണ്ടസിനുണ്ടെങ്കിൽ കുറച്ചേലൊക്കെ ഡിഫെൻഡ് ചെയ്യാമെന്ന് ചങ്ങായി. അപ്പം എൻസോ ഫെർണാണ്ടസ് ഫുൾ ആംഗ്രി മോഡിലാണ് ഇപ്പോൾ. റിയൽ ലൈഫിലായാലും പെസ് ചെയ്യാൻ, അതായത് എങ്ങനെയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോയി. അങ്ങനത്തെ ഞാൻ ജസ്റ്റ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി സ്ലൈഡ് ചെയ്തിരുന്നു, പക്ഷേ നല്ല ഹാരി കെയ്ൻ. ഗൈസ്, അത് നല്ല ഗോള്. ഹാരി കെയ്ൻ ലോങ് നല്ല ഷോട്ട് ചെയ്യുന്നുണ്ട്. 18ാം നമ്പറാണ്, അത് 9 ആക്കണക്കി മാറ്റിയിട്ട്. ഹാരി കെയ്ൻ CF ആണ് കെയ്ൻ്റെ പൊസിഷൻ. ബാർമ വെള്ളം കുടിക്കുന്നുണ്ട്, തോറ്റ്. ഏതായാലും ഇനിയൊരു 35 മിനിറ്റും കൂടി ഇതാക്കിയാൽ നമുക്ക് ജയിക്കാം. റഷ് ചെയ്ത് കളിക്കാനാണ് എൻ്റെ വിചാരം. ഇത് അവർക്കധികം ബോൾ എടുക്കാതെ നല്ല ടൈം എടുത്തിട്ട് കളിച്ചാൽ കുറച്ചുകൂടി നല്ല ജയിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് മെസ്സി, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് വീഡിയോ. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവും. മെസ്സിനെ വീഴ്ത്തിയിട്ടുണ്ട്. വീഴ്ത്തിയതല്ല, ഞാൻ ബോൾ എടുത്താൽ പറ്റിയതാണ്.
ഹാരി കെയ്ൻ, വീണ്ടും മെസ്സി. അല്ല മെസ്സി അല്ലേ, ഇപ്പോൾ മെസ്സി. ഓ സേവ്. നമ്മൾ ഷൂട്ട്, ഞാൻ നല്ല പവറിൽ ഷൂട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ മെല്ലെ പോയി. അപ്പം നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഏത് ടീമാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം ആ ടീം നമുക്കാക്കാം. മെസ്സി. ഓ മെസ്സി സൈഡിൽ കൂടെ പോയി. മെസ്സി നല്ലൊരു ഷോട്ട് അടിച്ചതായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല, സൈഡിലൂടെ പോയി. ഹാരിക്കെയിനെ ബോൾ എടുത്താൽ ഗോൾ അടിക്കാൻ പറ്റില്ല, കീപ്പറിലേക്ക് പോയി. അതാരാ? ഒരിസബളോ അങ്ങനെ എന്നാണ് അവൻ്റെ പേര്, പ്ലെയറിൻ്റെ. ഓ മെസ്സിക്ക് ബോൾ കളക്ട് ചെയ്യാൻ പറ്റില്ല, ഡിഫൻഡറുണ്ട് മുന്നിൽ. മെസ്സിയുടെ മുന്നേറ്റം നല്ല മുന്നേറ്റമാണ്. മെസ്സി നല്ല സ്കില്ലൊക്കെ ഉണ്ട്. മെസ്സി ഓ അടിക്കാൻ കഴിഞ്ഞ ഡിഫൻഡർ അത് സ്കില്ലിട്ട് എൻ്റെ ശരിക്കും മാറിപ്പോയതാണ്, സത്യം പറയാം എൻ്റെ മിസ്റ്റേക്കാണ്. ഇത് മെസ്സി പക്ഷേ അത് ഹാരിക്കെയിനൊക്കെ അവിടെ നോക്കിയിരുന്നു. ഹാരിക്കെയിനിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ബോള് ഗോളാവുമായിരുന്നു ചിലപ്പോൾ. അനയ ഓ ഇതെന്ത് ഒന്നും പറയുന്നു. എന്ത് ഗോളാ അതൊക്കെ, അതിങ്ങനെ ഉണ്ടാവും ഗോള്. എന്താ വെച്ചാൽ പേര് വയ്ക്കാൻ സമയത്ത് 6-ാം നമ്പർ. വാട്ട് എ ഗോൾ മാൻ, കിട്ടില്ല ഗോള്. ആ സെൻട്രൽ ലൈനിൻ്റെ അടുത്ത് നിന്നാണ് അടിച്ചത്. അതൊക്കെ 80-ാമത്തെ മിനിറ്റിൽ വിന്നിങ് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം, ആർസണലിൻ്റെ എതിരെ. ഓഫ് ഏതാ ഗോൾ, ഒരു ആർസണലിൻ്റെ പ്ലേയേഴ്സിനൊക്കെ വിചാരിച്ചാൽ ഏതാ ഗോൾ, ഭാഗ്യം കൊണ്ട് കിട്ടിയ ഗോളാണിത്. ഓഫ് ലോങ് ആ ക്രോസ് ബാർമ തട്ടി കുറച്ച് ജസ്റ്റ് മിസ് കയറിയതോ എൻ്റെ മോനെ. ഞാൻ വിചാരിച്ചൊരു ക്രോസാണെന്ന്. ഏതായാലും കിഡിലും ഗോളായി. ഇവർ ഈ പൊസിഷൻ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു, കാരണം ആ പൊസിഷനിലൂടെ അധികം ഒരു അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളെ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് കുറച്ച് സ്ട്രോങ് ആണ്. സെൻറ്റർ മിഡ് മാത്രമേ കുറച്ചൊന്ന് പ്രയാസമായിട്ടുള്ളൂ. മെസ്സി ബോൾ എടുത്തു. മെസ്സിനെ കൊണ്ടൊരു ഗോൾ അടുപ്പിക്കണം, കുറേ കളിച്ചിട്ട് മെസ്സി. ഇത് മെസ്സിനെ കൊണ്ട് ഷൂട്ട്, ഗോൾ 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 ഓ ഗോൾ മോനെ. ഇത്രയുള്ളൂ മെസ്സി. അത് ആ ഗോൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇത് മാറുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഗോൾ അടിച്ച്. ഇപ്പോൾ ഏതായാലും നമ്മൾ തന്നെ ഈ കളി ജയിക്കുള്ളൂ. ഇത് വേണമെങ്കിൽ വിന്നിങ് ഗോൾ എന്ന് പറയാം. ഇപ്പോൾ ഏതായാലും 3-0 ഇപ്പോൾ ആർസണൽ FC ഇതാ കളിക്കാത്ത ഒരിതുവരെ ഒരു നല്ല അറ്റാക്ക് നടത്തിയില്ല. മിഡ്ഫീൽഡ് വരെ ഒരു അറ്റാക്കൊക്കെ, ഒരു ഡിഫൻസ് അടിപൊളി, എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഒരു അറ്റാക്കിങ് പോരാ. ഒരു അറ്റാക്കിങ് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അടിപൊളിയാവും ടീം കണ്ടപ്പോൾ. അപ്പം എല്ലാവർക്കും വേറെ നമ്മൾ ഈ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ മൊബൈൽ ഗെയിമാണെങ്കിൽ കൂടി നല്ല സൈസുള്ള ഗെയിമാണ്. കാരണം 1.5 GB 2 GB ഒക്കെ ആവും മിക്ക ആൾക്കാരതും ഒരു ദിവസത്തെ ഇൻ്റർനെറ്റ്. അപ്പം അത് വെച്ചിട്ട് ഒരു ദിവസം ഇത് ഡൗൺലോഡ് ആക്കി തന്നെ അവനെ പോകും. പിന്നെ അത് കളിക്കാനുള്ള ബുദ്ധിമുട്ട്, അപ്ഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറേ കാരണങ്ങളുകൊണ്ട് കളിക്കാൻ പറ്റാത്ത ആൾക്കാരാവും കുറേ. അപ്പോൾ നമ്മളേതായാലും മാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഗെയിം പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയണ ഗെയിം തന്നെയാവും. FC മൊബൈലാണ്, നമ്മളെ പണ്ടത്തെ ഫിഫ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗെയിമാണ്. അപ്പം നല്ല ഗെയിമാണ്. അതായത് ഇങ്ങനെ വലിയ സൈസൊന്നും ഇല്ലാത്ത 130 അങ്ങനെ 200ൻ്റെ താഴെ MB ഉള്ളൂ. അപ്പോൾ പെസ്സിൻ്റെ 2.5 GB ആണല്ലോ. അപ്പോൾ പെസ് കളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കളിക്കാൻ ഫോണിൽ സൈസൊന്നും ഇല്ലാത്തവർക്ക് പറ്റിയൊരു ഗെയിമാണ് FC മൊബൈൽ. നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ മൾട്ടിപ്ലയറായിട്ടൊക്കെ കളിക്കുക, അതേപോലെ മൾട്ടിപ്ലെയറൊക്കെ ആയിട്ട് കളിക്കുക. അതേപോലെ പിന്നെ നമുക്ക് വേറെ അതായത് ഓരോ കരിയർ ഡെവലപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ അടിപൊളി ഗെയിമാണ് ഈ FC മൊബൈൽ. അപ്പം ഒക്കെ ഇത് കളിക്കാൻ കഴിയാത്തവരൊക്കെ അതൊന്ന് കയറ്റി കളിച്ച് നോക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ.